അവർ കിച്ചണിൽ നമുക്കിന്നൊരു നോൺ വെജിറ്റേറിയൻ വിഭവമായ പോർക്ക് വരട്ടിയത് ഉണ്ടാക്കാം. അത് കാണാൻ വേണ്ടി എൻ്റെ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പോർക്ക് വരട്ടിയതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പോർക്ക് വരട്ടിയത് ഉണ്ടാക്കാൻ ആദ്യം പോർക്ക് ഒരു 500 ഗ്രാം പോർക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 500 ഗ്രാം പോർക്ക് നമ്മളൊരു 1 ടേബിൾ സ്പൂണ് വിനീഗർ, അതുപോലെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 4 വിസിൽ വരുത്തുക. 4 വിസിൽ വരുത്തിയതിന് ശേഷം ഓഫ് ചെയ്ത് അത് ചൂട് പോയതിന് ശേഷം തുറന്ന് ലോ ഫ്ലെയിമിൽ അതിലെ വെള്ളം ഫുൾ വറ്റുന്നവരെ, പോർക്ക് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ വേവിച്ച് എടുക്കണം. അങ്ങനെ ഞാൻ വേവിച്ചെടുത്തതാണ് ഈ പോർക്ക്. അതാണ് ആദ്യത്തെ പണി. അത് നമ്മൾ ആദ്യം കുക്കറിൽ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു മസാലക്കൂട്ട് ഉണ്ടാക്കി വെക്കണം. 4 വിസിൽ വന്ന് പോർക്ക് നന്നായി വേവുമ്പോഴേക്കും ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു മസാല മിക്സിയിൽ അരച്ചെടുക്കണം. അത് മസാല എന്താണെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 പട്ട, 2 ഗ്രാമ്പൂവ്, 2 ഏലക്കായ. ഇത്രയും മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. ഇതാണ് നമ്മളുടെ മസാലക്കൂട്ട്. അപ്പോൾ നമ്മൾ പോർക്ക് വേവിച്ച് വെച്ചു, അതുപോലെ നമ്മൾ മസാല അരച്ച് വെക്കുകയും ചെയ്തു. ഇനി ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വരട്ടിയെടുക്കുകയാണ് നെക്സ്റ്റ്. ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയ്ക്കാണ് സ്വാദ്. ഇനി മറ്റേതെങ്കിലും ഓയിൽ, കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. നമ്മൾ ആ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ജീരകം, നല്ല ജീരകം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേമാതിരി 1 ടേബിൾ സ്പൂണ് കടുക്, ഒരു 3 വറ്റൽമുളകും. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ. നമ്മുടെ കടുകും ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് നീളത്തിൽ മുറിച്ചതാണ് തേങ്ങാക്കൊത്ത്. ഇത് 1 കപ്പ് തേങ്ങാക്കൊത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേമാതിരി തന്നെ ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി നന്നാക്കിയത് നമുക്കിതിലിടാം. 500 ഗ്രാം പോർക്കിന് 200 ഗ്രാം ചെറിയ ഉള്ളി ഞാൻ ഇതിൽ ചേർത്തു. നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഒരു 1/2 കപ്പ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണം. അതുപോലെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ച മണം, പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരേക്കും നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക, ചെറിയ ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പിന്നെ അടുപ്പിലെ എന്താ പറയുക, തീ കുറച്ചും കൂട്ടിയും ഒക്കെ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരേ ഫ്ലെയിമിൽ ഒന്നും കുക്ക് ചെയ്യരുത്, കാരണം ചിലപ്പോൾ കരിഞ്ഞു പോകുമ്പോൾ നമ്മൾ വഴറ്റുന്ന സമയത്ത്. അതുപോലെ എരിവ് ഞാനിടുന്നത് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കണം. അതല്ല ഇത് കുറവാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് ആഡ് ചെയ്യണം. മസാലയിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഏതൊരു കുക്കിങ്ങിലാണെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടുക. അതുപോലെ ഉപ്പ് പാകത്തിന് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉപ്പ് ഓരോരുത്തർക്കും ഓരോ സ്വാദായിരിക്കും. എൻ്റെ സ്വാദ്, ഞാനിടുന്ന ഉപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടാം, ചിലപ്പോൾ കുറയാം. അങ്ങനെ നമ്മളെ മസാല ഈ ചെറിയ ഉള്ളിയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ച മണവും ഇതൊക്കെ പോയി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി പോർക്ക് ചേർത്ത് ഇനിയാണ് ശരിയായ വരട്ടൽ വരുന്നത്. നന്നായിട്ട് വരട്ടി എടുക്കണം. അതും ഇതുപോലെ ഇടയ്ക്ക് തീ കൂട്ടി കൊടുക്കണം, ചിലപ്പം തീ കുറച്ച് കൊടുക്കണം, എന്നിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരേ ഫ്ലെയിമിലല്ല, നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. അതിൽ എന്താ പറയുക, അത് വല്ലാണ്ട് കരിയുന്നില്ല, അപ്പോൾ ഒന്ന് തീ കുറയ്ക്കണം. വരട്ടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവില്ല, പതുക്കെയാണ് വരട്ടിയെടുക്കുക. നമ്മളെ പോർക്ക് നന്നായിട്ട് വരണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ അത് വരണ്ട് നല്ല ഒരു ബ്ലാക്ക് ബ്രൗൺ കളറായിട്ട് മാറുന്നത് വരേക്ക് നമുക്കിത് വരട്ടിയെടുക്കാം. നമ്മുടെ പോർക്ക് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കീറിയത് നമുക്കിതിലിടാം. അതുപോലെ കുറച്ച് കരിവേപ്പില നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് വാടേ വേണ്ടു, ഒരുപാട് വാടണ്ട. ചെറുതായിട്ടൊന്ന് ഈ ഞാൻ തീയൊന്ന് നന്നായിട്ട് കൂട്ടി വെച്ചു. എന്നിട്ട് പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ആ പച്ചമുളക് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് വാടി, എന്നാൽ പച്ച കളർ മാറാതെ നമുക്കിതിൽ കിട്ടും. നല്ല കളർഫുള്ളായിരിക്കും ഇത്. കരിവേപ്പിലയും പച്ചമുളക് ഇട്ടതിന് ശേഷം തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇത്തിരി നേരം, ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇങ്ങനെ വരട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പോർക്ക് വരട്ടിയത് ഏകദേശം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാം. അങ്ങനെ പോർക്ക് വരട്ടിയത് തയ്യാറായി. എല്ലാവരും കണ്ടു കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. കുറച്ച് ടൈം ലാഗിങ്, വരട്ടിയതെന്ന് പറയുമ്പോൾ കുറച്ച് നേരം എന്തായാലും വരട്ടിയെടുക്കുക തന്നെ വേണമല്ലോ. അപ്പം തീർച്ചയായിട്ടും കുറച്ച് സമയമെടുക്കും. എന്നാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളായാലും എന്ത് അഭിപ്രായമായാലും എന്നെ അറിയിക്കുകയും വേണം.